ടീച്ചേഴ്സ് ഡയറി. ആധുനിക കഥാകൃത്തായ പ്രഭാത് എഴുതിയ മനോഹരമായ ഒരു കഥയാണ് ബീർ ബഹുട്ടി എന്നുള്ളത്. അപ്പോൾ ഈ പാഠത്തിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പട്കഥ എഴുതാൻ ചോദിക്കാറുണ്ട്, ലെറ്റർ പത്ര വരാറുണ്ട്. അതുപോലെ നമുക്ക് ഒരു പാരഗ്രാഫ് ചാപ്റ്ററിൽ നിന്ന് ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് തന്നിട്ടുണ്ടാവും, അതിന്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കാനായിട്ടും ചോദിക്കാറുണ്ട്. ഡയറി ചോദിക്കാറുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്. അപ്പൊ പട്കഥ എഴുതുന്ന സമയത്ത് അതിന് കൃത്യമായൊരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റ് ഫോളോ ചെയ്തിട്ട് പട്കഥ എഴുതണം. 2 എക്സാമ്പിൾസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതനുസരിച്ച് എങ്ങനെ എഴുതണം എന്നുള്ളത് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഏത് രീതിയിൽ, അപ്പൊ ഏത് സാഹചര്യത്തിന്റെ പട്കഥ എഴുതാൻ പറഞ്ഞാലും നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കണം. അതിന് ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം പാഠം നല്ല പോലെ വായിച്ചിട്ടുണ്ടാവണം. ഇനി ലെറ്റർ ആണ് എഴുതാൻ പറയുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ബേല സാഹിലിന് എഴുതുന്ന ലെറ്റർ ചോദിക്കും, അല്ലെങ്കിൽ സാഹില് അജ്മീറിൽ നിന്ന് ബേലയ്ക്ക് എഴുതുന്ന ലെറ്റർ ചോദിക്കാം. അങ്ങനെ പല രീതിയിൽ ചോദിക്കാം. ഇപ്പൊ അല്ലെങ്കിൽ സാഹിലിന്റെ മറ്റൊരു ഫ്രണ്ടിന് എഴുതുന്ന രീതിയിൽ ചോദിക്കാം. അപ്പൊ എങ്ങനെ വന്നാലും ആദ്യം നമ്മൾ ഇൻഫോർമൽ ലെറ്ററിന്റെ ഫോർമാറ്റ് അറിഞ്ഞിരിക്കണം. ആദ്യം നമ്മൾ പറയുന്നത് സ്ഥലമാണ് അല്ലെ, പ്ലേസ് നമ്മൾ ചേർക്കണം. നമ്മൾ ലെഫ്റ്റ് സൈഡ് ടോപ്പിലായിട്ട്, പേപ്പറിന്റെ ലെഫ്റ്റ് ടോപ്പിലായിട്ട് നമ്മൾ സ്ഥലം, അതുപോലെ ഡേറ്റ്, താരീഖ്, ഇതിൽ നമ്മൾ മാസം എഴുതുന്ന സമയത്ത് നമ്മൾ അത് ഹിന്ദിയിൽ തന്നെ, ജൂലൈ ആണെങ്കിൽ ജൂലൈ, ഏതാണോ മാസം അത് ഹിന്ദിയിൽ തന്നെ എഴുതാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ സല്യൂട്ടേഷൻ, പ്രിയ ബേല, ബേലയാണെങ്കിൽ ബേല അല്ലെങ്കിൽ പ്രിയ മിത്ര എന്ന് പറഞ്ഞിട്ട് എഴുതാം. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, മെയിൻ കണ്ടന്റ് എന്തിനെ കുറിച്ചാണോ നിങ്ങൾ ലെറ്റർ എഴുതുന്നത് ആ ഒരു പാരഗ്രാഫ് ചേർക്കാം. അതിനുശേഷം കൺക്ലൂഷൻ, സുഖമാണെന്ന് കരുതുന്നു, നിങ്ങളുടെ മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള അവസാന കൺക്ലൂഷൻ ചേർക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ലെറ്ററിന്റെ അവസാന ഭാഗം എന്ന് പറയുന്നത് എന്താണ്, ആപ്കാ ദോസ്ത് അല്ലെങ്കിൽ തുമാര ദോസ്ത്, ഹസ്താക്ഷർ, പിന്നെ പേര് എഴുതണം. ഓക്കെ, അതൊക്കെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ, പേപ്പറിന്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ എഴുതിയാൽ മതി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി പാരഗ്രാഫ് ആണ് തരുന്നതെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പാരഗ്രാഫ് തന്നിരിക്കുന്നത് നല്ല പോലെ വായിക്കുക. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളുടെ എക്സാക്ട് ആൻസർ ആ പാരഗ്രാഫിൽ തന്നെ ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പൊ അതും കൂടെ ശ്രദ്ധിച്ചിട്ട് വേണം എഴുതാനായിട്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഘടനാओं के आधार पर പട്കഥ തയ്യാർ करना, സംഭവങ്ങളെ അടിസ്ഥാനമാക്കി തിരക്കഥ തയ്യാറാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയാണോ തിരക്കഥകൾ തയ്യാറാക്കേണ്ടത്, അപ്പൊ നമുക്ക് അതനുസരിച്ച് നമ്പറും കൊടുക്കണം. ഓക്കെ, അപ്പൊ ഈ തിരക്കഥ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഒന്നുകൂടെ പറയാം. സ്ഥാൻ और समय का उल्लेख है, पात्र पात्रों की आयु, वेशभूषा, चल चलन आदि का उल्लेख है, दृश्य का विवरण है, स्वाभाविक और पात्रानुकूल संवाद हो. ഇപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറയുന്നത്, ആദ്യം നമുക്ക് ഫസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത്, നമ്മൾ പട്കഥ തയ്യാറാക്കുമ്പോൾ ആദ്യം നമ്മൾ ദൃശ്യം എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്പർ കൊടുക്കണം. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദൃശ്യ 1, അതായത് രംഗം 1. പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് സ്ഥാൻ, സ്ഥലം ഏതാണെന്നുള്ളത് നമ്മൾ സൂചിപ്പിക്കണം. എവിടെയാണ് ഈ രംഗം എടുക്കുന്നത് അല്ലെങ്കിൽ ഈ രംഗം നടക്കുന്നത് എവിടെയാണെന്നുള്ള സ്ഥലം ഏതാണെന്ന് നമ്മൾ സൂചിപ്പിക്കണം. പിന്നെ സമയം, എപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്, നമ്മൾ രാവിലെയാണോ, രാവിലെ ആണെങ്കിൽ രാവിലെ ഇത്ര സമയത്ത്, അല്ലെങ്കിൽ വൈകിട്ടാണെങ്കിൽ സ്കൂൾ ടൈമിലാണെങ്കിൽ നമ്മൾ ഏതാണോ സമയം അത് സ്ഥലവും സമയവും കൃത്യമായിട്ട് കൊടുക്കണം. പിന്നെ കൊടുക്കേണ്ടത് പാത്ര, ഏതൊക്കെ കഥാപാത്രങ്ങളാണ് ഈ രംഗത്ത് വരുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായി സൂചിപ്പിച്ചു കൊടുക്കണം. ഇനി ഈ കഥാപാത്രങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകത വേഷം അല്ലെങ്കിൽ അവരുടെ ചലന രീതി അല്ലെങ്കിൽ എന്തെങ്കിലും ഭാവങ്ങൾ, എന്തെങ്കിലും പ്രത്യേകതകളൊക്കെ ഉണ്ടെങ്കിൽ അതും നമുക്ക് ഇതിൽ സൂചിപ്പിച്ചു കൊടുക്കാം. ഒന്നും ഒരുപാട് വലിച്ചു നീട്ടി എഴുതേണ്ട ആവശ്യമില്ല, ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം കൃത്യമായിട്ട് എഴുതാം. ഇനി ഈ പട്കഥയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഭാഗങ്ങൾ എന്ന് പറയുന്നത് ദൃശ്യവിവരണം, അതുപോലെ സംവാദ്. ദൃശ്യവിവരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് ഈ രംഗം നടക്കുന്നത്, ആ നടക്കുന്ന സ്ഥലത്തിന്റെ പ്രത്യേകതകളെല്ലാം ചേർത്ത് എഴുതുന്നതിനെയാണ് ദൃശ്യവിവരണം എന്ന് പറയുന്നത്. ദൃശ്യവിവരണം അതാണ് മലയാളത്തിൽ പറയുന്നത്. ഇനി സംവാദ്, ഈ കഥാപാത്രങ്ങൾ തമ്മിലുള്ള സംഭാഷണം എന്തൊക്കെയാണ്, വളരെ ചെറുതായിട്ട് അല്ലെങ്കിൽ ഒരുപാട് വലിയ സെന്റൻസുകളൊന്നും എഴുതേണ്ട, ചെറിയ സെന്റൻസുകൾ മാത്രം എഴുതി സംഭാഷണം നമുക്ക് അവതരിപ്പിക്കാം. അപ്പൊ ഇത്രയാണ് ഈ പട്കഥ എഴുതേണ്ട രീതി. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. സാഹിൽ और बेला पेन में स्याही भरवाने के लिए दुकान पहुंचे, उस प्रसंग की पटकथा तैयार करें.
അപ്പം നമ്മൾ ഇതിനു വേണ്ടിയുള്ള പട്കഥ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് എഴുതാൻ പോവാണ്. എന്താ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? സാഹിലും ബേലയും പേനയിൽ മഷി നിറയ്ക്കാൻ വേണ്ടി കടയിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു രംഗത്തിന്റെ ഈ ഒരു സിറ്റുവേഷന്റെ പട്കഥ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദൃശ്യ ഏക് ഒന്നാമത്തെ രംഗമാണ്. അപ്പോൾ സ്ഥാൻ വേണം അടുത്ത് കൊടുക്കാൻ. സ്ഥാൻ അല്ലെങ്കിൽ സ്ഥലം എവിടെയാണ് ഈ കഥ നടക്കുക അല്ലെങ്കിൽ ഈ ഒരു രംഗം നടക്കുന്നത്? കടയിലാണ്. അപ്പോൾ ദൂക്കാൻ. ദെൻ സമയ രാവിലെയാണ് അവർ സ്കൂളിൽ പോകുന്ന സമയത്താണ്. അപ്പൊ നമുക്ക് സബേരെ 9 ബജെ അങ്ങനെ കൊടുക്കാം. ഇനി പാത്ര ഏതൊക്കെയാണ് ഇവിടെ വരുന്ന കഥാപാത്രങ്ങൾ? സാഹിൽ, ബേല, പിന്നെ വരുന്നത് ദൂക്കാൻദാർ. അപ്പൊ ഈ കടയിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ ആ കടക്കാരനും ബേലയും സാഹിലുമാണ് ഇവിടെ ഈ ഒരു രംഗത്തിൽ വന്നിരിക്കുന്ന കഥാപാത്രങ്ങൾ. ഇനി അടുത്തതാണ് പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത് നമ്മൾ ദൃശ്യവിവരൻ. ഈ ഒരു സീനിൽ നമ്മൾ കാണുന്ന ദൃശ്യം, അതായത് നമ്മൾ ആ കാണുന്ന സിറ്റുവേഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അറേഞ്ച് ചെയ്ത് വെക്കേണ്ടത്. നമ്മൾ ഇത് പറയുമ്പോൾ ആ ഒരു കടയിൽ എത്തുന്ന സമയമാണ്. മഷി നിറയ്ക്കാനാണ് വന്നിരിക്കുന്നത്. ഒരു സ്റ്റേഷനറി കടയാണ്. അപ്പൊ ആ കടയുടെ അറേഞ്ച്മെന്റ് നമുക്ക് പറയാം. സ്റ്റേഷനറി കി ചീസോം സെ ബരി ഹുയി ഏക് ദുക്കാൻ. സ്റ്റേഷനറി സാധനങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരു കട. ചീസേം സുന്ദർ സെ സജി ഹുയി ഹെ. വളരെ ഭംഗിയായിട്ട് അവിടെ സാധനങ്ങൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദുക്കാൻദാർ ആദി ഉമ്ര കാ ഹെ. നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം, കടക്കാരൻ ഒരു മധ്യവയസ്കനാണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ ആ ദൃശ്യം അവിടെ ക്ലിയർ ആണ്. ഇനി നമുക്ക് ഇവർ തമ്മിലുള്ള സംഭാഷണം എന്തായിരിക്കും എന്നുള്ളത് നോക്കാം. ദുക്കാൻദാർ ബേട്ട ക്യാ ചാഹിയേ. മോനെ എന്താണ് വേണ്ടതെന്ന് കടക്കാരൻ ചോദിക്കുന്നു. ബേല ഏക് പെൻ സ്യാഹി ഭർ ദോ. ദുക്കാൻദാർ ബേട്ട स्याही की बोतल अभी अभी गाली हो गई है, अब तो कल ही मिल पाएगी. साहिल के मुख पर निराशा का भाव. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ സാഹിലിന്റെ മുഖഭാവം കൂടെ വർണ്ണിച്ചു കൊടുക്കാം. നമ്മൾ തിരക്കഥയാണ് തയ്യാറാക്കുന്നത്. അപ്പൊ നമുക്ക് അതിൽ കഥാപാത്രങ്ങളുടെ ഭാവം കൂടെ പറയാം. ബേല ദുക്കാൻദാർസെ അതായത് കടക്കാരനോടായിട്ടാണ് അവൾ പറയുന്നത് എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ സൂചിപ്പിക്കാം. लेकिन इसने तो पेन में जो स्याही दी उसे भी जमीन पर छिड़क दिया. ദുക്കാൻദാർ ഉപദേശിക്കെ ഭാവസെ. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാവം എന്തായിരിക്കണം എന്നുള്ളത് നമുക്ക് ഈ സ്ക്രിപ്റ്റിൽ സൂചിപ്പിക്കാം. ബേട്ട ബാദൽ കോ ദേക്കർ ഗഡെ കോ നഹീ ദുലാനാ ചാഹിയേ. സാന്ത്വന ദേനെ കെ ഭാവസെ. ഇത് ഇത്രയും അദ്ദേഹം പറഞ്ഞതിന് ശേഷം അവരെ ആശ്വസിപ്പിക്കാൻ എന്നോണമാണ് അദ്ദേഹം പിന്നീട് തുടർന്ന് ചോദിക്കുന്നത്. കോൺസി കക്ഷാമേം പഠിത്തേ ഹോ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? അപ്പൊ സാഹിൽ 5वीं में. दुकानदार दोनों. बेला हाँ दोनों. गुशी से हम दोनों एक ही कक्षा में पढ़ते हैं. सेक्शन भी एक है ए. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോഴേക്കും അവർക്കിടയിലുള്ള സംഭാഷണം തീർന്നു. ഇത്രയും മതിയാകും നമുക്ക് പട്കഥ തയ്യാറാക്കുമ്പോൾ. ഇനി നിങ്ങൾക്ക് ഓരോ പട്കഥ തയ്യാറാക്കുമ്പോഴും നിങ്ങളുടെ ആശയങ്ങളും ഭാവനയും അനുസരിച്ച് നിങ്ങൾക്ക് ഇതിൽ മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. അടുത്ത ഒരു തിരക്കഥ കൂടെ നമുക്ക് തയ്യാറാക്കി നോക്കാം. എങ്ങനെയാണ് അതിന്റെ സാഹചര്യം അല്ലെങ്കിൽ സിറ്റുവേഷൻ തന്നിരിക്കുന്നത്. 5वीं कक्षा का रिजल्ट जानने के लिए बेला और साहिल स्कूल पहुंचे. उस प्रसंग की पटकथा तैयार करें. 5ാം ക്ലാസ്സിന്റെ റിസൾട്ട് അറിയുന്നതിന് വേണ്ടി ബേലയും സാഹിലും സ്കൂളിൽ എത്തിയിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു സന്ദർഭത്തിന്റെ പട്കഥ തയ്യാറാക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ആദ്യം നമ്മൾ സെയിം സ്റ്റെപ്സ് തന്നെ ചെയ്യണം. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ദൃശ്യ ദോ എന്ന് കൊടുക്കാം. ഇതിൽ നമുക്ക് സ്ഥാൻ അല്ലെങ്കിൽ സ്ഥലം എന്ന് പറയുന്നത് സ്കൂൾ വരാമത എന്ന് പറയാം. സ്കൂളിന്റെ വരാന്തയിൽ അവർ നിന്ന് സംസാരിക്കുന്നതായിട്ട് പറയാം. അല്ലെങ്കിൽ സ്കൂൾ മൈതാൻ, സ്കൂളിന്റെ മൈതാനത്ത് അവർ നിൽക്കുന്നതായിട്ട് പറയാം. അപ്പൊ നമ്മുടെ ഒരു ആശയം അനുസരിച്ച് നമ്മുടെ ഒരു ചിന്ത എങ്ങനെയാണോ നമുക്ക് അതുപോലെ ചെയ്യാം. ഏതാണ് സ്ഥലം, അതിന് അനുയോജ്യമാകുന്ന രീതിയിൽ സ്ഥലം നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഇനി സമയമാണ് ചോദിച്ചിരിക്കുന്നത്. സമയമാണ് അടുത്ത് എഴുതേണ്ടത്. അപ്പൊ രാവിലെയാണ് അവരെന്തായാലും സ്കൂളിൽ വന്നിട്ടുണ്ടാവുക. സബേരെ 10 ബജേന്നോ അല്ലെങ്കിൽ സ്കൂള് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം കഴിഞ്ഞിട്ട് 10 ബജേന്നോ 11 ബജേന്നോ നിങ്ങൾക്ക് അനുയോജ്യമായ സമയം കൊടുക്കാം. ഇനി നമുക്ക് അതിനുശേഷം പറയേണ്ടത് പാത്ര ആരൊക്കെയാണ് അതിൽ വരുന്നത്. സാഹിലും ബേലയുമാണ് അതിൽ കഥാപാത്രങ്ങൾ വരുന്നത്. ഇനി ദൃശ്യവിവരൻ, ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ദൃശ്യത്തെ കുറിച്ചുള്ള ഒരു ചെറിയ വിവരണം നമ്മൾ എഴുതണം. അത് നമുക്ക് ഇങ്ങനെ എഴുതാം. साहिल और बेला पास पास गए हैं. उन दोनों के हाथों में अपने अपने रिपोर्ट कार्ड है. वे रिजल्ट देखने आए थे. वे अब 5वीं से 6वीं में आ गए हैं. അപ്പൊ അവര് സാഹിലും ബേലയും അടുത്തടുത്താണ് നിൽക്കുന്നത്. അവർ രണ്ടുപേരുടെയും കയ്യിൽ സ്വന്തം റിപ്പോർട്ട് കാർഡുകൾ ഉണ്ട്. അവര് റിസൾട്ട് നോക്കുന്നതിന് വേണ്ടിയാണ് അവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ അവര് 5ാം ക്ലാസ്സിൽ നിന്ന് 6ാം ക്ലാസ്സിലേക്ക് പാസ്സായിട്ടുണ്ട്. ഇത്രയും നമ്മൾ ദൃശ്യവിവരണിൽ എഴുതി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവർ തമ്മിലുള്ള സംവാദ് അല്ലെങ്കിൽ വാർത്താലാപ് എന്ന് പറയാം. അവർ തമ്മിലുള്ള സംഭാഷണമാണ് ഇനി കൊടുക്കേണ്ടത്. അപ്പോൾ ബേല ആദ്യം ചോദിക്കുകയാണ്,
बेला, साहिल अब तुम कहाँ पढ़ोगे? यहाँ तो 5वीं तक ही है। साहिल, मुझे अगले साल अजमेर भेज देंगे, वहां मैं हॉस्टल में रहूंगा। तुम कहाँ पढ़ोगी बेला? बेला दुख भाव से, मेरे पापा कह रहे थे कि मुझे राजकीय कन्या पाठशाला में पढ़ाएंगे, अब हम दोनों अलग अलग हो रहे हैं। साहिल दुख भाव से, बेला तुम्हारा रिपोर्ट कार्ड दिखाओ। ये लो मेरा रिपोर्ट कार्ड। दोनों रिपोर्ट कार्ड देख रहे हैं। बेला की आंखें आंसू से भर जाती है। साहिल, तुम्हारी आंखों में आंसू क्यों आ रहे हैं बेला? बेला डबडबाई आंखों से, मुझे क्या पता। साहिल की आंखें भी भर जाती है। वह कुछ हमसे बड़ी बातें कहकर बेला को सांत्वना देने की कोशिश करता है। 5ാം ക്ലാസ്സിൽ നിന്ന് 6ാം ക്ലാസ്സിലേക്ക് പാസ്സാവുന്ന സാഹിലും ബേലയും വ്യത്യസ്ത സ്കൂളുകളിലാണ് പഠിക്കുന്നത്. അപ്പൊ അജ്മേറിലാണ് സാഹിൽ പഠിക്കുന്നത്. അവിടെ ഒരു ഹോസ്റ്റലിൽ താമസിച്ചുകൊണ്ട് ആണ് അവൻ അവിടെ പഠിക്കുന്നത്. അവിടെ നിന്ന് അവൻ ബേലയ്ക്ക് എഴുതുന്ന ഒരു ലെറ്റർ അല്ലെങ്കിൽ ഒരു പത്രം. ആദ്യം നമുക്കറിയാം ഇൻഫോർമൽ ലെറ്ററിന്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ചെയ്യണം. ആദ്യം സ്ഥലം ഏതാണെന്നുള്ളത് സൂചിപ്പിക്കുക. പിന്നെ നമ്മൾ പറയേണ്ടത് താരീഖ്, ഡേറ്റ് ഏതാണെന്നുള്ളത് പറയണം. അതിൽ മാസം എഴുതുമ്പോൾ അത് കൃത്യമായി ഹിന്ദിയിൽ തന്നെ എഴുതാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ താരീഖ് അല്ലെങ്കിൽ ഡേറ്റ് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ലെറ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ ബേലയ്ക്കാണ് ലെറ്റർ എഴുതുന്നത്. നമുക്ക് പറയാം, പ്രിയ ബേല, പ്രിയപ്പെട്ട ബേല, ഖുഷ് ഹോന, നയ സ്കൂൾ കേസാ ഹേ, അച്ഛേ ദോസ്ത് കോ മിലാ ഹേ ക്യാ? ഖുഷ് ഹോന സന്തോഷമല്ലേ, സുഖമല്ലേ? നയ സ്കൂൾ കേസാ ഹേ, പുതിയ സ്കൂളൊക്കെ എങ്ങനെയുണ്ട്? അച്ഛേ ദോസ്ത് കോ മിലാ ഹേ ക്യാ? പുതിയ നല്ല കൂട്ടുകാരെയൊക്കെ നിനക്ക് കിട്ടിയില്ലോ അല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇപ്പൊ ഇത്രയും ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ ബേലയെ കുറിച്ച് സാഹിൽ ചോദിക്കുന്ന കുറച്ച് ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളാണ്. ഇനി നമുക്ക് അതിന്റെ ലെറ്ററിന്റെ മെയിൻ പാർട്ടിലേക്ക് വരാം. मैं यहाँ हॉस्टल में रहकर पढ़ता हूँ। स्कूल में मुझे कई अच्छे दोस्त हैं, लेकिन हॉस्टल में सदा अकेलापन है। तब मुझे तुम्हारी याद आती है। एक साथ पढ़ना, लिखना, बिरबहुटियां गोजना, सब यह कितना मजेदार अनुभव था। लेकिन खुशी की एक बात है कि सुरेंद्र जी जैसा माट साहब यहाँ नहीं। आशा करता हूँ कि तुम वहाँ कुशल हो। मैं भी यहाँ सकुशल हूँ। तुम्हारी प्रतिचिट्ठी की प्रतीक्षा में तुम्हारा दोस्त साहिल. അപ്പോൾ ഇത്രയുമാണ് നമുക്കൊരു ലെറ്ററിൽ വേണ്ടത്. അപ്പം നമ്മൾ ലെറ്റർ എഴുതി കൺക്ലൂഷൻ ആണ് നമ്മൾ അവസാനം കൊടുക്കുന്നത്. ഈ കൺക്ലൂഷന് ശേഷം നമ്മൾ എന്ത് കൊടുക്കണം? തുമാര ദോസ്ത്. ഇപ്പൊ സാഹിലാണ് എഴുതുന്നത്, അതുകൊണ്ട് തുമാര ദോസ്ത് സാഹിൽ. ഹസ്താക്ഷർ എന്നുകൂടെ നമുക്ക് അതിൽ ചേർക്കാം, സൈൻ അല്ലെങ്കിൽ ഒപ്പ് വേണം. എന്നിട്ട് നമ്മളത് കൺക്ലൂഡ് ചെയ്യാം. ഇത്രയുമാണ് നമുക്കൊരു ലെറ്റർ എഴുതുമ്പോൾ ആവശ്യമായിട്ട് വരുന്ന കാര്യങ്ങൾ. പാഠത്തിന്റെ ഏതാനും ചില ഭാഗങ്ങൾ തന്നിട്ട് അതിൽ നിന്ന് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് തരികയും അതിന്റെ ആൻസേഴ്സ് അതിൽ നിന്ന് കണ്ടുപിടിച്ച് എഴുതാൻ വരികയും ചെയ്യാറുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെ ഈ പാസേജ് തരുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിന്റെ കൃത്യമായ ആൻസേഴ്സ്, കൃത്യമായ ഉത്തരങ്ങൾ ആ പാസേജിൽ തന്നെ ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ആശയം അനുസരിച്ച്, നമ്മുടെ ഒരു ഐഡിയ അനുസരിച്ച് വേണം നമുക്ക് അതിന് ആൻസർ എഴുതാനായിട്ട്. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് അതിന് ആൻസർ എഴുതാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ ആ പാഠം തീർച്ചയായും നിങ്ങൾ നല്ല പോലെ വായിച്ചിട്ടുണ്ടായിരിക്കണം. അതിലെ ഓരോ സെന്റൻസും നിങ്ങൾക്കത് സ്വന്തമായിട്ട് അല്ലെങ്കിൽ ഓരോ സന്ദർഭങ്ങളെയും സ്വന്തമായി വിവരിക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്ക് ഇവിടെ ചെയ്തു നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന പാഠഭാഗം ഗണിത് അധ്യാപക് സുരേന്ദർജിനെ കുറിച്ചിട്ടുള്ള ആ ഒരു പോർഷനാണ്. ബീർബഹുട്ടി കഹാനി കാ യഹ് അംശ് പഠേം और प्रश्नों के उत्तर लिखें. इങ്ങനെയാണ് ചോദ്യം. അപ്പോൾ ആ ഒരു പാരഗ്രാഫ് ഇങ്ങനെയാണ്. गणित के माट साहब सुरेंद्र जी का पीरियड गेल घंटी के बाद आता था. बच्चे उनसे कामते थे और गेलगंडी बंद होने से 2 मिनट पहले ही अपने जगहों पर आकर बैठ जाते थे. सुरेंद्र जी माट साहब इसी पीरियड में कॉपी जांचते थे. जरा सी गलती पर बच्चों को इधर उधर फेंक देते थे या ജാപ്പട്ട് മാർനെ ലഗ്തേദേ. അപ്പൊ ഇത്രയുമാണ് നമുക്ക് പാരഗ്രാഫ് തന്നിരിക്കുന്നത്. ഇനി ഇതിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം.
गेलगंडी बंद होने से 2 मिनट पहले ही बच्चे अपनी अपनी जगहों पर आकर बैठ जाते थे क्यों? എന്തുകൊണ്ടാണ് ഈ ഡ്രിൽ പീരീഡ് കഴിയുന്നതിന് 2 മിനിറ്റ് മുൻപ് തന്നെ കുട്ടികൾ സ്വസ്ഥാനത്ത് വന്നിരുന്നിരുന്നത്? അതിൽ 3 ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഉസ്കോ കോപ്പി ലിഖ്നാ था, सेकंड वन उसको गृहकार्य पूरा करना था एंड थर्ड वन गेलगंडी के बाद का पीरियड सुरेंद्र मास्टर का था. അപ്പൊ ഏതാണ് ആൻസർ? നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. ഗേൽഗണ്ടി കെ ബാദ് കാ പീരിയഡ് സുരേന്ദർ മാസ്റ്റർ കാ था. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ബच्चे സുരേന്ദർ മാറ്റ് സാബ് സേ കാംതേ थे क्यों? അപ്പൊ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാം. वे जरा सी गिलती पर बच्चों को झापट मारते थे, मारना शुरू होता तो रुकना भूल जाता, छात्राओं के बाल पकड़कर फेंकते थे, इसलिए बच्चे उनसे कांपते थे. थर्ड क्वेश्चन गणित के माट साहब सुरेंद्र जी के बारे में आपकी राय क्या है लिखें. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും സ്വന്തം അഭിപ്രായങ്ങൾ എഴുതാം. അപ്പൊ ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ, ഒരു ആശയം ഇങ്ങനെ നമുക്ക് നിങ്ങൾക്ക് എക്സാമ്പിളിന് വേണ്ടി പറയാം. बच्चे सुरेंद्र मास्टर से कांपते थे, जरा सी गिलती पर मास्टर बच्चों को झापट मारते थे, छात्राओं के बाल पकड़कर फेंकते थे, शिष्यों से मास्टर का व्यवहार बिल्कुल न्याय विरुद्ध है, इसलिए सुरेंद्र मास्टर एक अच्छा अध्यापक नहीं है. ഇപ്പോൾ ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. നിങ്ങൾ ഓരോരുത്തരുടെയും ആശയം അനുസരിച്ച് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇതിന് ആൻസർ എഴുതാവുന്നതാണ്. ഇതുപോലെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. गद्यांश पढ़ें और प्रश्नों के उत्तर लिखें. उन्हें बीरबहुटियों से मिलना होता था, इससे वे स्कूल के लिए घर से कुछ समय पहले निकल आते थे. कस्बे से सटे इन खेतों में बीरबहुटियां गोश्त करते थे. सुर्ख मुलायम गदबदी बीरबहुटियां, धरती पर चलती फिरती गूंज की प्यारी प्यारी बूंदें, उनके बस्ते उनकी पीठ पर लदे होते थे, कंधों पर टंगे होते थे. वे एक दूसरे के बहुत नजदीक रहकर बिल्कुल सटकर बीरबहुटियां गूंजते थे. उन्हें देखने के लिए वे बारिश की गंध भरी बूरी जमीन पर बैठ जाया करते थे. क्वेश्चन नंबर 1. साहिल और बेला स्कूल के लिए घर से कुछ समय पहले क्यों निकलते थे? എന്തുകൊണ്ടാണ് അവർ വീട്ടിൽ നിന്ന് കുറച്ച് സമയം നേരത്തെ തന്നെ പുറപ്പെട്ടിരുന്നത്? ബീർ ബഹൂട്ടിയോം സെ മിൽനെ കെ ലിയെ, ബീർ ബഹൂട്ടികളെ കാണാൻ വേണ്ടിയാണ് അവർ നേരത്തെ ഇറങ്ങിയിരുന്നത്. രണ്ടാമത്തെ ചോദ്യം സാഹിൽ और बेला ബീർ ബഹൂട്ടിയോം കോ കൈസെ ഗോജ്തേ थे? അവര് സാഹിലും ബേലയും എങ്ങനെയാണ് ബീർ ബഹൂട്ടികളെ അന്വേഷിച്ചിരുന്നത്? അതിന്റെ ആൻസർ ഇങ്ങനെയാണ്. ബേല और साहिल एक दूसरे के बहुत नजदीक रहकर बिल्कुल सटकर बारिश की गंध भरी जमीन पर बैठकर बीर बहूटियों को गोजते थे. थर्ड क्वेश्चन बेला और साहिल की दोस्ती पर टिप्पणी लिखिए. ബേലയുടെയും സാഹിലിന്റെയും ദോസ്തി, അവരുടെ ആ ഒരു മിത്രത, ഇതിന് സൗഹൃദത്തെ കുറിച്ചൊരു ടിപ്പണി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം. बेला और साहिल दिली दोस्त हैं, उनके बीच का गहरा संबंध था, दोनों साथ साथ स्कूल के लिए निकलते थे, एक साथ कॉपी लिखते और एक साथ किताब पढ़ते थे. बेला के सिर पर चोट लगती तो साहिल के पिंडली में भी चोट लगती है. गणित के मास्टर बेला को डांटा तो साहिल को दुख आया. बिछुड़न के समय दोनों को रुलाई आई, दोनों आपस में सांत्वना देते थे. उनकी दोस्ती അനുപം है. ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1. साहिल और बेला घर से जल्दी क्यों निकलते थे? आंसर इങ്ങനെയാണ്. उन्हें बीर बहूटियों से मिलना होता था. सेकंड क्वेश्चन बीर बहूटियों की विशेषताएं क्या क्या है? सुर्ग मुलायम गदबदी बीर बहूटियां. എന്തൊക്കെയാണ് ബീർ ബഹൂട്ടികളുടെ വിശേഷണങ്ങൾ? സുർഗ്, മുലായം, ഗദ്ബദി, ബീർ ബഹൂട്ടിയാം. थर्ड क्वेश्चन बेला और साहिल बीर बहूटियों की गोज कैसे करते थे? आंसर इങ്ങനെയാണ്. वे एक दूसरे के बहुत नजदीक रहकर बिल्कुल सटकर बीर बहूटियों को गोजते थे. നാലാമത്തെ ചോദ്യം बेला की आंखों में आंसू आ रहे हैं, इसका क्या कारण है?
ആൻസർ ഇങ്ങനെയാണ്, ബേല ഔർ സാഹിൽ കാ ബിച്ചുടൻ ഹോനെ വാല ഹെ. അവർ വേർപിരിയാൻ പോവുകയാണ്, അതുകൊണ്ടാണ് അവളുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞത്. അഞ്ചാമത്തെ ചോദ്യം, ആജ് ആഖിരി ബാർ വേ ഏക് ദൂസരെ കി കിസി ചീസ് കോ ചൂക്കർ ദേഖ് രഹേ ദേ, ഐസാ ക്യോം കഹാ ഗയാ ഹെ. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ആൻസർ ഇങ്ങനെയാണ്, ബേല ഔർ സാഹിൽ അലഗ് അലഗ് ജഗഹോം പർ അലഗ് അലഗ് സ്കൂൾ മേം പഠ്നെ വാലേ ഹേം. അവര് വെവ്വേറെ സ്ഥലങ്ങളിൽ വെവ്വേറെ സ്കൂളുകളിലാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ആറാമത്തെ ക്വസ്റ്റ്യൻ, ബേല ഔർ സാഹിൽ അബ് ഫുലേര കെ സ്കൂൾ മേം നഹീം പഠ് സക്തേ ക്യോം. ആൻസർ, फुलेरा के स्कूल 5वीं तक ही था, वे दोनों अब 6वीं में आ गए. ഏഴാമത്തെ ചോദ്യം, ബേല से खुद को शर्मिंदा महसूस कर रही थी, क्यों? आंसर, साहिल के सामने मार्ट साहब ने बेला के बालों में पंजा फंसाया. एटामते ചോദ്യം, बहुत सारा पानी उनमें बचा हुआ था, वे खेतों जंगलों के ऊपर छाए हुए थे, इसका मतलब क्या है? അതിന്റെ അർത്ഥം എന്താണ്? ആഗേ ബി വർഷ ഹോഗി, ഇനിയും മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പിതാജി സാഹിൽ കോ കിസ് പാഠശാല മേം പഠാന ചാഹതാ ഹെ. ആൻസർ, പിതാജി സാഹിൽ കോ അജ്മേർ കെ പാഠശാല മേം പഠാന ചാഹതാ ഹെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നസർ മിലാന കാ മത്ലബ് ക്യാ ഹെ. മുഖ്കി ഓർ ദേഖന, മുഖത്തേക്ക് നോക്കുക എന്നുള്ളതാണ് നസർ മിലാന എന്ന പ്രയോഗത്തിന്റെ അർത്ഥം. नहीं गेलेंगे तेरे सिर में फिर से लग जाएगी तो, यह साहिल का कौन सा मनोभाव स्पष्ट होता है? ആൻസർ, ബേല സെ ഉസ്കി അന്തരംഗ് മിത്രത കാ. അവന്റെ ഉള്ളിലുള്ള അവളോടുള്ള സൗഹൃദത്തിന്റെ അടയാളമാണ്, അല്ലെങ്കിൽ അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കഹാനി മേം കിസ് മൗസം കാ ചിത്രൺ ഹുവാ ഹെ. ഏത് കാലാവസ്ഥയെ കുറിച്ചാണ് ഈ കഥയിൽ പറഞ്ഞിരിക്കുന്നത്? ബർസാത് കെ മൗസം കാ ചിത്രൺ, വർഷക്കാലത്തെ കുറിച്ച് അല്ലെങ്കിൽ മഴക്കാലത്തെ കുറിച്ചാണ് ഈ കഥയിൽ പറഞ്ഞിരിക്കുന്നത്. पेन में स्याही भरवाने के लिए कितने पैसे देते थे? എത്ര പൈസയ്ക്കാണ് അവർ മഷി നിറച്ചിരുന്നത്? 5 പൈസേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബേല ഔർ സാഹിൽ ക്യോം ദുകാൻ പഹുഞ്ചെ. അവര് ബേലയും സാഹിലും എന്തിനാണ് കടയിലെത്തിയത്? പേൻമേം സ്യാഹി ബർവാനെ കേലിയെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദുകാൻ പഹുഞ്ച് സാഹിലിനെ ക്യാ കിയാ. സാഹിൽ അവിടെ എത്തിയപ്പോഴേക്കും എന്താ ചെയ്തത്? പേൻമേം ബച്ചി ഹുയി സ്യാഹി ജമീൻ പർ ചിടക്തി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബച്ചെ ഉൻസെ കാംതേ ദേ കിൻസെ. ആരെയാണ് കുട്ടികൾ ഭയപ്പെട്ടിരുന്നത്? ഗണിത് കെ മാട്സാബ് സുരേന്ദർ ജി സെ. बेला के सिर पर सफेद पट्टी क्यों बांधी थी? बेला छत से गिरकर घायल हो गई थी. घायल മീൻസ് മുറിവ്. ബേല മേൽക്കൂരയിൽ നിന്ന് വീണ് മുറിവ് സംഭവിച്ചിരുന്നു, അല്ലെങ്കിൽ ആ ഒരു അപകട നിമിത്തമാണ് അവളുടെ തലയിൽ മുറിവുണ്ടായത്. അതുകൊണ്ടാണ് സഫേദ് പട്ടി അല്ലെങ്കിൽ വെളുത്ത ബാൻഡേജ് കിട്ടിയിരുന്നത്. ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളുടെയും മാതൃകകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്തത്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ചാപ്റ്റർ ചെയ്യാം.